ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സൗണ്ട് ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്. അങ്ങനെ നമ്മൾ കേരളത്തിലെത്തിയിരിക്കുകയാണ്. കണ്ണപുരം സ്റ്റേഷനാണ്. കണ്ണൂരിന് തൊട്ട് മുമ്പിലുള്ള സ്റ്റോപ്പാണ് അവരം. കണ്ണപുരത്ത് എത്തിയിരിക്കുകയാണ്. സമയം 6:15. വണ്ടി ഏറെക്കുറെ ഓൺ ടൈമാണ്. അങ്ങനെ കണ്ണപുരത്ത് 1 മിനിറ്റ് നിർത്തിയിട്ടെടുത്തു. കാര്യമായിട്ട് ആരും ഇറങ്ങാനോ കയറാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് പക്ഷേ പഴയ സ്റ്റോപ്പാണ്, കഴിഞ്ഞിടയ്ക്ക് തുടങ്ങിയ സ്റ്റോപ്പൊന്നുമല്ല. പണ്ട് ഈ വണ്ടിക്ക് സ്ലീപ്പർ ക്ലാസ്സിലൂടെ കോട്ട ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡിജിറ്റലായതുകൊണ്ട് ആ കോട്ട ഉണ്ടാവില്ലല്ലോ. കണ്ടോ, പ്ലാറ്റ്ഫോമിൽ ആകെ 2-3 പേരേ ഉള്ളൂ. വേറൊന്നും കണ്ടിട്ട് ട്രെയിനൊന്നും ഇറങ്ങിയ ആൾക്കാരെ പോലെ ഇല്ല. കണ്ടിട്ട് അവിടെ നടക്കാൻ വന്ന ആൾക്കാരെ പോലെ ഉണ്ട്. എന്തിനാണോ ഇങ്ങനെയൊക്കെ നിർത്തുന്നത്? ലോങ് ഡിസ്റ്റൻസ് ട്രെയിനാണെന്ന് അതൊരു ബഹുമാനം കൂടെ. അപ്പം ഇനി അടുത്ത സ്റ്റോപ്പ് കണ്ണൂരാണ്. അപ്പോഴേക്കും നേരം വെളുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളപട്ടണം പുഴയാണ്. ഇവിടെ എത്തുമ്പോഴേക്കും നല്ലൊരു സൺറൈസ് ഉണ്ടാവും എന്നായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ. ഉണ്ടായില്ല. ഇവിടെയൊക്കെ ട്രാക്ക് ബെഡ് സെൻറ്ററിങ് നടന്നിട്ടുണ്ടോ? 2026 ഈ സെക്ഷൻ 130 കെ ഫിറ്റ് ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളപട്ടണം വിഷ്വൽസിന് ചെറിയൊരു കുലുക്കം ഉണ്ടാവും. സാധാരണ ക്ഷമിക്കുക, കാര്യം ലൈറ്റ് കുറവായതുകൊണ്ട് സ്റ്റെബിലൈസേഷൻ ഇല്ല. അതുകൊണ്ടാണ്. ഇവിടെയൊക്കെ ട്രാക്ക് ബെഡ് സ്റ്റെബിലൈസേഷൻ ചെയ്തിട്ടുണ്ട്. ആ മണ്ണ് കൂട്ടിയിട്ട് സ്ലോപ്പിന് നിവർത്തിരിക്കുന്ന ട്രാക്ക് ബെഡ് സ്റ്റെബിലൈസേഷനാണ്. ഇവിടെ ഇങ്ങനെ ഫെൻസിങ് വരാൻ ബാക്കിയാണ്. ടെൻഡർ കുറച്ച് കാലം മുമ്പ് ആയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ സത്യം നമുക്ക് ഈ പശുക്കളുടെ ട്രാക്കിലോട്ട് കയറുന്ന ഇൻഷുറൻസ് വളരെ കുറവാണ്. കാരണം നമ്മളങ്ങനെ പശുക്കളെ വളർത്താറില്ലല്ലോ. ഞാൻ വളർത്തുന്നതും പിന്നെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഫാം ഇടുക, അങ്ങനെ ട്രാക്ക് സൈഡിൽ മേയാൻ വിടുന്നതും ഞാനിതുവരെ പേഴ്സണലി കണ്ടിട്ടില്ല. ഉണ്ടാവുമായിരിക്കും, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ കണ്ണൂർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. നേരെ ഇപ്പോൾ വെളുത്ത് വരുന്നേ ഉള്ളൂ. സമയം 6:27. ഇവിടെ 2288 അരക്കോണം കിടക്കുന്നുണ്ട്. ഇത് കണ്ണൂർ മാംഗ്ലൂർ പാസഞ്ചറാണ്. ഇന്നലെ വന്നിട്ടുണ്ടാവും. ഇന്നലെ കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇന്നിപ്പോൾ രാവിലെ കണ്ണൂർ മാംഗ്ലൂർ പാസഞ്ചറായിട്ട് പോകും. ഇവിടെ വെച്ച് നമ്മൾ മലബാർ എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യുന്നതാണ് വേറെ ട്രെയിൻ പറഞ്ഞത്. മലബാർ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി നമ്മൾ കോഴിക്കോട് വരെ വെയിറ്റ് ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ നിന്നും എല്ലാം ഏതെങ്കിലും കടയുടെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ചായ വല്ലതും മേടിച്ച് കുടിക്കട്ടെ. നമ്മുടെ ഒരു ലക്ക് എന്ന് പറയുന്നത് നമ്മുടെ കോച്ച് വരുന്ന സ്ഥലത്തൊന്നും ഉണ്ടാവില്ല. വണ്ടി ഏറെക്കുറെ കാലി കേട്ടോ. വണ്ടിയിൽ വലിയ തിരക്കൊന്നുമില്ല. അവിടെ ഇഡ്ഡലിയോടെ വിളിച്ചു പറഞ്ഞു നമ്മുടെ കോച്ച് ഇന്നും മുന്നോട്ട് പോകും. അതേ അപ്പുറത്ത് മലബാർ കയറി വരുന്നുണ്ട്. മലബാറിൻ്റെ ലോക്കോ. നമ്മുടെ കോച്ച് വന്ന സ്ഥലത്ത് കടകളൊന്നുമില്ല. ഇപ്പം നമ്മൾ കണ്ണൂർ ഹെഡ് ഓഫ് ഷെഡ്യൂൾ എത്തിയായിരുന്നു. ഹെഡ് ഓഫ് ഷെഡ്യൂൾ എത്തിയതുകൊണ്ട് ഞാൻ ബാക്കിലുള്ളൊരു കട വരെ പോയി ബ്രേക്ക്ഫാസ്റ്റും കാപ്പിയും ഒക്കെ മേടിച്ചു വന്നു.
ഒരു കാപ്പി കിട്ടി. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി മേടിച്ചു. ഇപ്പോൾ വെൻഡേഴ്സ് ഇപ്പോൾ അറിഞ്ഞു വരുന്നുള്ളൂ. വെൻഡേഴ്സ് ഇപ്പോൾ ഓരോരുത്തരോരുത്തരോട് അറിഞ്ഞു വരുന്നുണ്ട് ഫുഡ് കൊണ്ട്. നമ്മളിതുവരെ പുറപ്പെട്ടിട്ടില്ല. ഈ സൈഡ് കിടക്കുന്നത് കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ റേക്കാണ്. ഈ റോഡിൻ്റെ 2222 ആണ് ലോപ്പം. അവിടെ ലഗേജ് അൺലോഡ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സമയമെടുത്തു. അപ്പോൾ നമ്മളങ്ങനെ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു. ഈ പാൻട്രി കാർ ഇല്ലയെന്ന് പറയുന്നത്, അതായത് സ്ഥിരമായിട്ട് പാൻട്രി കാർ വെച്ച് ഓടുന്നൊരു വണ്ടിക്ക് ഒരു ദിവസം പാൻട്രി കാർ അയച്ചില്ല എന്നെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ റെയിൽവേ അതിനുള്ള ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് വേണം വേണ്ട. അതായത് പാൻട്രി കാർ ഇല്ലാത്തൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ യാത്രക്കാർ പ്രിപ്പയർഡ് ആയിരിക്കും, സ്റ്റേഷനിൽ വെൻഡേഴ്സ് റെഡി ആയിരിക്കും. ഇത് പാൻട്രി കാറുള്ളൊരു വണ്ടിയാണ്. വണ്ടി വന്നപ്പോൾ ഒരു വെണ്ടർ പോലും വന്നില്ല. അവസാനം നമ്മളിങ്ങനെ ചായക്കടയിൽ പോയി, ഞാൻ ചായക്കടയിൽ പോയിട്ട് അവിടെ നിന്ന് സാധനം മേടിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ഭയങ്കര തിരക്കായിരുന്നു കടയിൽ. അപ്പോൾ അതിലിങ്ങനെ ഒരുമാതിരി വണ്ടടിച്ച് നമ്മൾ ചേട്ടൻ ഇന്ന് പാൻട്രി കാർ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ ഇത് നേരത്തെ അറിഞ്ഞില്ലെങ്കിൽ വെൻഡേഴ്സിനെ കാര്യം ഞാൻ അടുത്ത സ്റ്റേഷനിലേക്ക് ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അതായത് ഫുഡ് അറേഞ്ച് ചെയ്യണം വേണ്ടേ, അതില്ലാന്നുണ്ടെങ്കിൽ റെയിൽവേ ഒന്നിൽ പാൻട്രി വെൻഡേഴ്സിനോട് തന്നെ പറയണം നിങ്ങൾ നിങ്ങളുടെ ആളെ വെച്ച് ഓൺബോർഡ് കാറ്ററിംഗ് പോലെ സെർവ് ചെയ്യാൻ. ഇതൊന്നുമില്ലാണ്ട് യാത്രക്കാർ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളും എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് റെയിൽവേക്ക്. ഇതിപ്പോൾ നമ്മൾ പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ അവർ യുവർ റെസ്പോൺസ് ഹാസ് ബീൻ നോട്ടഡ് എന്ന് പറഞ്ഞൊരു സാധാരണ ഒരു ടെക്സ്റ്റ് ബുക്ക് റിപ്ലൈ കൂടെ തരും. ഇതെന്തായാലും ഞാൻ പരാതി ഫയൽ ചെയ്യുന്നുണ്ട്. ഇന്നലെ റെയിൽ മതത്തിലൊരു പരാതി കൊടുത്തായിരുന്നു. ഇനി സെക്കൻഡ് പാർട്ട് ഇന്നല്ല കംപ്ലയിൻറ്റ് വേറെ ഫയൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന വേണമല്ലോ. ഇതാണ് കണ്ണൂരിൽ നിന്ന് മേടിച്ച ഇഡ്ഡലിയും വടയും. 4 ഇഡ്ഡലിയും ഒരു വടയാണ് മേടിച്ചത്. 60 രൂപയാണ് എടുത്തതിനും. അങ്ങേറ്റത്തെ പുതിയ ലൈൻ, അതായത് ധർമ്മടത്തെ ഒരു പാലത്തിൻ്റെ റീപ്ലേസ്മെൻറ്റ് ലൈനാണ്. അതിന് ഇലക്ട്രിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലൈൻ ലിങ്കിങ്ങേ ബാക്കിയാണ്. അതിൻ്റെ അംശം ലിങ്കിങ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഏകദേശം തലശ്ശേരി എത്താറായി. നമുക്ക് തലശ്ശേരി കഴിഞ്ഞാൽ ഇനി ക്രോസിംഗ് വല്ലേ ഉള്ളൂ. കാര്യം മലബാർ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് വണ്ടിയൊന്നുമില്ല. മലബാർ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 16347 ആണ്. 16347 നമ്മൾ ഏകദേശം തലശ്ശേരി കഴിഞ്ഞിട്ട് വടകരയ്ക്ക് അടുത്തായിട്ട് നമ്മൾ ക്രോസ് ചെയ്യും. അപ്പോൾ ഇന്നലെയൊക്കെ കണ്ട ഉണങ്ങി വരണ്ട സ്ഥലങ്ങളിൽ നിന്ന് മാറി നമ്മളിന്നിപ്പോൾ നല്ല പച്ചപ്പും ഹരിതാഭയും ഒക്കെ ആയിക്കഴിഞ്ഞു. ഇന്നലെ നമ്മൾ കണ്ട സ്ഥലങ്ങൾ മിക്കവാറും ഒക്കെ കാലിയായിരുന്നു. വീഡിയോകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ട് തുരുതുരെ വീഡിയോകളായിരിക്കും നമ്മൾ കാണുന്നത്. ഇവിടെയൊക്കെ കർവ് സ്റ്റെബിലൈസേഷന് വേണ്ടിയാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇതൊന്നും എക്സ്ട്രാ ലൈൻ ഇടാൻ വേണ്ടിയല്ല കേട്ടോ. ഇത് കർവ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കെട്ടി അടച്ചു വരുന്നവർ. കാര്യം 130 ആവുന്ന സമയത്ത് വൈബ്രേഷൻസ് കൂടും. നമ്മളങ്ങനെ തലശ്ശേരി സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഇതൊരു മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ പെട്ടെന്ന് വിട്ടുപോകും ഇവിടുന്ന്. അവിടെ നമ്മുടെ കോച്ച് വരുന്നതിന് അടുത്തായിട്ട് ഒരു കാറ്ററിംഗ് സ്റ്റോൾ ഉണ്ട്. സമയം ഇപ്പോൾ 6:52. ഇതാണ് തലശ്ശേരി സ്റ്റേഷൻ. നമ്മുടെ അതൊരു കാറ്ററിംഗ് സ്റ്റോൾ ഉണ്ട്. ചായ കാപ്പിയൊക്കെ കിട്ടുന്നുണ്ട് അവിടെ. ഞാനിപ്പോൾ ഒരു കാപ്പി കുടിച്ചായിരുന്നു. അപ്പോൾ കൃത്യസമയമായ 6:55 നമ്മൾ ഇവിടെ പോകണം. ഇവിടെ നമ്മൾ ബിഫോർ ടൈം ആയിരുന്നു. കേരളത്തിൽ എത്തിയപ്പോഴേ ഹ്യൂമിഡിറ്റി തുടങ്ങി. ആ ചൂട് ഫീൽ ചെയ്യാനുണ്ട്.
കണ്ടോ 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 കടല് കണ്ടോ. കടലാണ്, മനസ്സിലാവുന്നില്ല എന്ന് എനിക്കറിയാം. കാര്യം ഫുള്ള് മൂടലാണ്. നമ്മൾ തലശ്ശേരിയിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ പറപ്പിക്കൽസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അധികം താമസിച്ച് നമ്മൾ മാഹിവാസി. നമുക്ക് ഫ്രണ്ടിൽ ഇമ്മീഡിയറ്റ് ഫ്രണ്ടിലായിട്ട് വേറെ വണ്ടിയൊന്നുമില്ല. കുറച്ച് മുന്നിലായിട്ടാണ് കണ്ണൂർ കോയമ്പത്തൂർ കിടക്കുന്നത്. അത് ഏകദേശം അരമണിക്കൂർ ഫ്രണ്ടിലാണ്. അപ്പോൾ നമുക്ക് ബ്ലോക്ക് ക്ലിയറാണ്. അപ്പോൾ നമുക്ക് വിട്ടടിച്ച് പോവാം. നമുക്ക് മാഹി രണ്ടുമാണ്. നാദാപുരം റോഡ് പക്കത്ത് വടകരയാണ്. ഇവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് ബ്ലോക്കാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു ജംഗ്ഷൻ, മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ്. ഇതുവരെ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു സൂര്യോദയം നമുക്ക് കിട്ടിയിട്ടില്ല. ജസ്റ്റ് ഉദിച്ച് വരുന്നുള്ള ആൾ. വടകര ഹോം സിഗ്നൽ. നമ്മളങ്ങനെ വടകരയിലേക്ക് എത്തി. വടകരയിൽ എത്തുന്നതോടുകൂടി നമ്മൾ കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ ഹോൾട്ടാണ്. അറിയില്ല, നമ്മൾ മാഹിപ്പാലത്തിൽ വെച്ചാണ് നമ്മൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നത്. കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ ഹോൾട്ടാണ്. നമുക്കിനി വടകര വിട്ട് കഴിഞ്ഞാൽ അടുത്ത ഹോൾട്ട് കോഴിക്കോടാണ്. നമുക്ക് കൊയിലാണ്ടി ഹോൾട്ടില്ല. വിട്ടടിച്ച് പോകുന്നൊരു അടിപൊളി വണ്ടിയായിട്ടത്. അതായത് മംഗലാപുരത്തിനും കണ്ണൂരിനും ഇടയ്ക്ക് ചറവറ ഹോൾട്ടാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ഡീസൻ്റാണ്. അങ്ങനെ 7:12 വടകര സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. നമ്മൾ നല്ലോണം ഹെഡ് ഓഫ് ഷെഡ്യൂളാണ്. ഇവിടുന്ന് 7:20 നമ്മുടെ വണ്ടി പോവുള്ളൂ. 7:19 ആയിരുന്നു ഇവിടുത്തെ ടൈം. 7:20 ഇവിടുത്തെ ഡിപ്പാർച്ചർ ടൈം. നല്ലോണം നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കിടന്നിട്ട് നമ്മൾ ജസ്റ്റ് വടകരയിൽ നിന്ന് എടുത്തു. നമ്മൾ 8 മിനിറ്റ് ഇവിടെ കിടന്നു. ഹെഡ് ഓഫ് ഷെഡ്യൂൾ എത്തിയതുകൊണ്ടാണ്, വേറൊന്നുമല്ല. ഇനി അടുത്ത സ്റ്റോപ്പ് കോഴിക്കോടാണ്. നിർത്താണ്ട് ഓടിക്കോളി. കോഴിക്കോട് നമ്മൾ ഹെഡ് ഓഫ് ഷെഡ്യൂൾ എത്തും. വടകര പഴയൊരു കലാഭവൻ നവാസിൻ്റെ കോമഡി ഓർമ്മ വന്നു. .90 kmph സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്.
പണി നടക്കുന്ന നാഷണൽ ഹൈവേ. നമുക്ക് ഇനി ഏകദേശം പയ്യോളി ഒക്കെ ആകുമ്പോൾ ഒരു ക്രോസിംഗ് ഉണ്ടാവണം. ഷൊർണൂർ കണ്ണൂർ മെമു. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു പച്ച കണ്ടു. ഒരു മെമു വരാനുണ്ട്, പക്ഷേ മെമു എൻ്റെ അറിവിൽ ഇപ്പോൾ കൊയിലാണ്ടി എത്തിയിട്ടുണ്ടാവും. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പണി കഴിഞ്ഞു. ചിക്കോടി സ്റ്റേഷനായി. ചിക്കോടി ഇവിടെയൊക്കെ മെമുവിനൊക്കെ അത് യാത്രക്കാർ നിൽക്കുന്നുണ്ട്. ഷൊർണൂർ കണ്ണൂർ മെമു. മെമുവിന് മുന്നേ ഒരു ഫ്ലൈറ്റ് വിട്ടു വരും. വെള്ളറക്കാട് ഓൾട്ട സ്റ്റേഷനാണ്. മിക്കവാറും മെമു ഇപ്പോൾ കൊയിലാണ്ടി വിട്ടിട്ടുണ്ടാവുള്ളൂ. ഇവിടെയൊക്കെ ലൈനിൻ്റെ സൈഡിൽ ബെഡ് സ്ട്രെങ്തനിങ് ചെയ്യുന്നുണ്ട്. ഈ പുതിയ സിഗ്നൽ പോസ്റ്റ് ഡബിൾ ഡിസ്റ്റൻസ് സിഗ്നലിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഡബിൾ ഡിസ്റ്റൻസ് സിഗ്നലിങ് 130 km/h ഒരു പ്രീ റിക്വസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണത്. ഇവിടെയൊക്കെ ട്രാക്ക് ബെഡ് സ്ട്രെങ്തനിങ് കാണാം. അപ്പോൾ നമ്മളങ്ങനെ കൊയിലാണ്ടി സ്റ്റേഷൻ എത്തുന്നു. കൊയിലാണ്ടി സ്റ്റേഷൻ കൂടെ ഒരു ഹൈ സ്പീഡ് സ്കിപ്പ് പിടിക്കാൻ നിന്നതാണ്. അത് നടന്നില്ല. നമുക്ക് ക്ലിയറൻസ് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു ഇതുവരെ. ഇവിടെ RCF മെമു പറഞ്ഞ് കിടക്കുന്നുണ്ട്. കണ്ടിട്ട് 12 കാറാണെന്ന് തോന്നുന്നു. കാറാണ്. 16 കാറൊക്കെ പോയിട്ട് വീണ്ടും 12 കാറായി. ഇവിടെ ഒരു ഇതുണ്ട് കണ്ട, സിഗ്നൽസിൻ്റെ ഒക്കെ ഒരു മ്യൂസിയം പോലെ ഉണ്ടായിരുന്നു. പെർമനൻറ്റ് വേ മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കൊയിലാണ്ടി വരുമ്പോൾ ഞാനത് കാണിച്ചു തരാം. അവിടെ SSC പെർമനൻറ്റ് വേ കൊയിലാണ്ടിയുടെ ഓഫീസും ഉണ്ട് അതിനപ്പുറത്തായിട്ട്. അപ്പോൾ നമ്മളതിന് കൊയിലാണ്ടി നിർത്തി. കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപകാരമായി. സന്തോഷമാണ് അത് കാണുന്നത് എപ്പോഴും. സിഗ്നൽ റെഡാണ്. നമ്മുടെ ഫ്രണ്ടിലപ്പോൾ ഏതോ ഒരു സ്ലോ മൂവിങ് വണ്ടി പോയിട്ടുണ്ട്. കണ്ണൂർ കോയമ്പത്തൂരാവാൻ സാധ്യതയുണ്ട്. പച്ച തന്നെ കിട്ടിയത്. ഫ്രണ്ടിൽ പോകുന്ന എന്താണോ സാധനം. ഫ്രണ്ടിൽ പോകുന്നത് കണ്ണൂർ കോയമ്പത്തൂരാണെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യില്ല. ഫ്രൈറ്റ് ആണെങ്കിൽ നമ്മൾ വെസ്റ്റ് ഹില്ലിലോ എല്ലാം വെച്ച് ഓവർടേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ കൊയിലാണ്ടി കഴിഞ്ഞു. അപ്പം നമ്മൾ ഏലത്തൂർ ഹോം സിഗ്നലിൽ ഒന്നൊന്ന് കിടന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കണ്ണൂർ കോയമ്പത്തൂർ പോകുന്നുണ്ട്. അവൻ തന്നെ ഫ്രണ്ടിൽ പോകേണ്ടത്. അപ്പോൾ അവൻ എനിക്കൊന്ന് മിക്കവാറും ഒരു കോഴിക്കോടൊന്നും കയറ്റിയിട്ടുണ്ടാവും. ഇപ്പോൾ കുറച്ച് നേരത്തെ നോക്കുമ്പോൾ അത് വെസ്റ്റ് ഹിൽ എത്താറായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് വെസ്റ്റ് ഹിൽ കഴിഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും നമ്മൾ ഇവിടുന്ന് ക്ലിയർ ചെയ്ത്. അപ്പോൾ നമുക്ക് ത്രൂ ക്ലിയറൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ വെള്ളയിൽ വരെ നിർത്താണ്ട് എവിടെ നിർത്താൻ അങ്ങ് പോവാം. ഇതാണ് കോരപ്പുഴ പാലം. വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട് കേട്ടോ.
പിന്നെ ഇവിടെ ഇന്നലെ രാത്രി മഴ പെയ്തിരുന്നു തോന്നുന്നു. ട്രാക്കിൻ്റെ സൈഡിലൊക്കെ നനവ് കാണാണ്ട്. മഞ്ഞിറങ്ങിയ നനവ് പോലെയല്ല, മഴ പെയ്ത പോലെ ഉണ്ട് ചെറുതായിട്ട്. വലിയ ശക്തിക്കല്ല, ചെറുതായിട്ടൊന്ന് മഴ പെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ ഏലത്തൂർ സ്റ്റേഷൻ കഴിഞ്ഞു. മിക്കവാറും നമ്മൾ ഏലത്തൂർ വെസ്റ്റിലിന് ഇടയ്ക്ക് വെച്ച് നമ്മൾ ചെന്നൈ മെയിലിനെ ക്രോസ് ചെയ്യണം. അപ്പോൾ നമ്മളങ്ങനെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ടായിരുന്നു പറഞ്ഞല്ലോ. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അകത്ത് പോയി മെയിലിനെ ക്രോസ് ചെയ്തു. കോഴിക്കോട് സ്റ്റേഷനിലേക്ക് കയറുമ്പോഴേക്കും നമ്മൾ യശ്വന്ത്പൂർ കണ്ണൂരിനെ ക്രോസ് ചെയ്തു. രണ്ടും ക്ലിയർ ആയിട്ട് പിടിക്കാൻ പറ്റിയില്ല, പക്ഷേ ടിക്കറ്റ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാം എന്തായാലും. അപ്പോൾ അങ്ങനെ കോഴിക്കോട് നിന്ന് ഫൈനലി പുറപ്പെടുന്നു. നമ്മൾ സമയത്ത് എത്തിയായിരുന്നു, പക്ഷെ നമ്മൾ ലേറ്റായിട്ട് പുറപ്പെടുന്നു. സമയം 8:23 നമ്മൾ 8:07 നമ്മൾ കറക്റ്റ് ടൈമിന് എത്തിയായിരുന്നു. അല്ലെങ്കിൽ 1 മിനിറ്റ് പോലും ലേറ്റായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറേ നേരം ഇവിടെ പിടിച്ചിട്ടു. എന്തായാലും സംഭവം എന്നറിയില്ല. മുന്നിൽ പോകുന്ന കണ്ണൂർ കോയമ്പത്തൂർ ഫെറൂഖൊക്കെ പോയിക്കഴിഞ്ഞു. അതല്ല കാരണം, എന്തായാലും മുന്നിലത്തെ 1-2 ബ്ലോക്ക് കാലിയാണ്. അത് 9:30 ഷൊർണൂർ എത്തേണ്ട വണ്ടിയാണ്, കണ്ണൂർ കോയമ്പത്തൂർ. എനിക്കൊന്നുകൂടെ ലഗേജ് അൺലോഡിങ്ങിന് വേണ്ടി കിടന്നു. ഇവിടെ ഒരുപാട് ലഗേജ് ഇറങ്ങിയിട്ടുണ്ട്. ഈ വണ്ടിക്ക് ഫ്രണ്ടിലൊരു ഡെഡിക്കേറ്റഡ് പാർസൽ വാൻ തന്നെ ഉണ്ട്, ഒരു VPH ഉണ്ട്. കണ്ണൂരും കുറേ ലഗേജ് ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ ഇവിടെ ലഗേജ് ഇറക്കാൻ വേണ്ടി കിടന്നാണെന്ന് തോന്നുന്നു. കണ്ടത് ഇവിടെ പണിക്കാരും ഇത്ര ബോക്സിലൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും ബോക്സ് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് ഇവിടെ. അടിപൊളി. അപ്പോൾ ഇത് ഇറക്കാൻ വേണ്ടി കിടന്നതാണ്. നമ്മൾ കോഴിക്കോട് നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്നൊരു ARP ഓപ്പണിംഗ് ഡേ ആയിരുന്നു. 2 ടിക്കറ്റ് ബുക്ക് ചെയ്യണത്, രണ്ടും ബുക്ക് ചെയ്തു. രണ്ടാമത്തെ ടിക്കറ്റിന് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സീറ്റല്ല കിട്ടിയത്. അതുകൊണ്ട് ഇനി മാറ്റി ബുക്ക് ചെയ്യണം ഒന്നും കൂടി. അപ്പോൾ രാവിലെ 8 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് നമുക്ക് 2 ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ 10 മണിയുടെ സീറ്റ് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി ബുക്ക് ചെയ്യാം. അതായത് ഞാൻ 8 മണിക്ക് 8:02 ആ ട്രെയിനിൽ ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് ഫുൾ എല്ലാ സീറ്റും ബാക്കിയുണ്ടായിരുന്നു. ഓപ്പണിംഗ് കോട്ട മൊത്തം ബാക്കിയുണ്ടായിരുന്നു. എന്നിട്ടാണ് അവർ ഞാൻ ചോദിച്ച ചോയ്സ് ഓഫ് സീറ്റ് തരാഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കണം റെയിൽവേയുടെ അൽഗോരിതം. അപ്പം നമ്മളങ്ങനെ കോഴിക്കോട് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി സ്പീഡ് പിടിച്ചു തുടങ്ങി. കല്ലായി എത്തി. കല്ലായി ഇപ്പോഴാണ് ഈ കിടക്കുന്നത്. ഇവിടെ വേലിയിറക്കമാണ്, നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് ലൈനിലൊരു ആംബർ വിത്ത് റൂട്ട് ഇൻഡിക്കേറ്റർ കാണാനുണ്ട്. കോഴിക്കോട് സ്റ്റോപ്പുള്ളൊരു വണ്ടി വരുന്നുണ്ട്. നമുക്കിന്ന് 2 ക്രോസിങ്ങാണ് മിസ്സായത്. മെയിലും അത് കഴിഞ്ഞുള്ള കണ്ണൂർ യശ്വന്ത്പൂറും. കണ്ണൂർ യശ്വന്ത്പൂർ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. മെയിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് വിൻഡോന്ന് എടുക്കാൻ പറ്റി അറ്റ്ലീസ്റ്റ്.
കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ ഈ പണി നടക്കുന്ന കാണിച്ചായിരുന്നു. അന്ന് സ്ട്രക്ചർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റൂഫ് വന്നു കഴിഞ്ഞു. അൺലോഡിങ്ങിനുള്ള പ്ലാറ്റ്ഫോം. അപ്പോൾ അങ്ങനെ എറണാകുളം പുണെ സൂപ്പർ ഫാസ്റ്റ് പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ ഫറൂഖ് എത്തി. ഫറൂഖ് പുഴയാണ് ഈ കാണുന്നത്. ഫുൾ സ്പീഡിൽ പോകുന്നതിനർത്ഥം ലൈറ്റൊന്നും ഇല്ലെന്നാണ്. ഫറൂഖ് സ്റ്റേഷൻ അമൃത് ഭാരത് ദിവസം നടക്കാൻ പോകും. വടക്കുംപാട് പുഴ. അങ്ങനെ കടലുണ്ടി എത്തി. നമുക്കിനി അടുത്ത ക്രോസിംഗ് എന്ന് പറയുന്നത് കോയമ്പത്തൂർ മാംഗ്ലൂർ ഇൻറ്റർസിറ്റിയാണ്. അതിന് സമയമുണ്ട്. കടലുണ്ടി സ്റ്റേഷൻ. അങ്ങനെ കടലുണ്ടി കഴിഞ്ഞു. അതാ കടലുണ്ടി പാലങ്ങൾ കിടക്കണം. നമുക്ക് ഒറ്റ പാലമാണ്, ഓപ്പോസിറ്റ് ലൈനാണ് പാലങ്ങൾ. ഇതൊക്കെ വേലിയിറക്ക സമയമാണ്. മീൻവെൽ നമ്മുടെ അടുത്ത ഹോൾട്ടായ പരപ്പനങ്ങാടിയിലേക്ക് എത്തുന്നു. പരപ്പനങ്ങാടി ലൂപ്പ് ലൈനിലാണ് പ്ലാറ്റ്ഫോം. നമ്മളിവിടുന്ന് പുറപ്പെട്ടു പോകുമ്പോൾ അത് വന്ദേ ഭാരത് വരുന്നവരെ കിടക്കുമോ എന്നുള്ള അറിയില്ല. കാരണം വന്ദേ ഭാരത് കോഴിക്കോട് എത്തിയിട്ടില്ല എന്തായാലും. പിന്നെ നമ്മളാണ് സ്കെഡ്യൂൾഡ് തിരൂർ ആദ്യം പാസ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ പരപ്പനങ്ങാടിയും തിരൂരും കഴിഞ്ഞിട്ട് കുറ്റിപ്പുറത്ത് കൊണ്ടുപോയി പിടിച്ചിട്ടാൽ മതി. വിരോധമില്ല. ഇനി പിടിച്ചിട്ടാണ്ട് ഷൊർണൂരുകൊണ്ട് കയറ്റുകയാണെന്നുണ്ടെങ്കിലും വിരോധമില്ല. പിടിച്ചിട്ടാണ്ട് ഷൊർണൂരുകൊണ്ട് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു വലിയ ഗുണമെന്ന് വെച്ചാൽ എനിക്ക് കോട്ടയം നിലമ്പൂർ കിട്ടും. എനിക്ക് അങ്ങാടിപ്പുറം വരെ ട്രെയിനിൽ പോയി ഇറങ്ങാം. പരപ്പനങ്ങാടി എത്തി. ആ ലീമാട്ടി എന്ന് പറഞ്ഞ ബസ്സും എൻ്റെ അറിവ് ചെയ്യണം ഇങ്ങോട്ട് പോകുന്നില്ല. ഇറങ്ങി കയറിയാലോ. എനിക്കറിയാം നേരെ അങ്ങാടിപ്പുറത്ത് പോയി ഇറങ്ങാം. പക്ഷെ അതല്ല നമ്മുടെ സ്റ്റൈല്. പരപ്പനങ്ങാടി. നമ്മളൊരു 11 മിനിറ്റ് ലേറ്റാണ്.
സഡനായിട്ട് EOG ഓഫായി, EOG കട്ട് ഓഫായി. അതാണ് ആ സഡൻ ശാന്തത വന്നത്. EOG കട്ട് ഓഫായപ്പോൾ AC ഓഫായി. നോൺ AC കോച്ചുകൾ നമ്മളിത് അറിയുക പോലും ഇല്ല, AC കോച്ചുകൾ അത് പെട്ടെന്ന് അറിയും. പക്ഷേ ഇന്നലെ ബോംബെയിലൊക്കെ ഉണ്ടാകുന്ന ചൂടുകൊണ്ടാന്ന് തോന്നുന്നു AC-ക്ക് നല്ല തണുപ്പുണ്ട്. നമ്മളങ്ങനെ പരപ്പനങ്ങാടി എത്തി. അപ്പോൾ റെയിൽവേക്ക് വിട്ടിട്ട് ഓവർടേക്ക് ചെയ്യപ്പോൾ ഞാൻ പ്ലാനില്ല. സ്റ്റാർട്ടറായി, താങ്ക് ഗോഡ്. കാര്യം ഇവിടെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ കുറ്റിപ്പുറമൊക്കെ ആകുമ്പോഴേക്കും ഗ്യാപ്പ് നല്ലോണം കുറയും. കാര്യം വന്ദേ ഭാരത്തിന് കോഴിക്കോട് വിട്ടാൽ പിന്നെ തിരൂരാണ് സ്റ്റോപ്പ്. അപ്പോൾ അവിടെ നേരം വിട്ടടിച്ച് വരുമ്പോൾ ഗ്യാപ്പ് മേക്കപ്പ് ആവും. കാര്യം നമ്മളിപ്പോൾ ഇവിടുന്നകത്ത് ലൂപ്പിൽ നിന്ന് ഇറങ്ങി മെയിൻ ലൈനിൽ കയറി സ്പീഡ് പിടിച്ച് തിരൂരിൽ നിന്ന് തിരൂരിൽ നിന്ന് വീണ്ടും എടുത്ത് കുറ്റിപ്പുറത്ത് നിന്ന് ലൂപ്പിൽ കയറി നമ്മളിരിക്കുമ്പോഴേക്കും ടൈം കറക്റ്റാവും. അങ്ങനെ പരപ്പനങ്ങാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ദിവസം 22610 നമ്മുടെ കോയമ്പത്തൂർ മാംഗ്ലൂർ ഇൻ്റർസിറ്റി മലബാർ ഗതിമാൻ നമ്മൾ ക്രോസ് ചെയ്യും. മലബാർ ഗതിമാൻ ഇതുവരെ LHB കോച്ചസ് അലോട്ട് ആയിട്ടില്ല കേട്ടോ. പൂരപ്പറമ്പ് റിവർ. ഗതിമാൻ മിസ്റ്റർ മലബാർ ഗതിമാനാണ് പോയത്, അഥവാ കോയമ്പത്തൂർ മംഗളൂരു ഇൻ്റർസിറ്റി എക്സ്പ്രസ് 22610. ഞാൻ നേരത്തെ പറഞ്ഞ ഈ വണ്ടിക്ക് ഇതുവരെ LHB കോച്ച് സാങ്ഷൻ ആയിട്ടില്ല. ഇതിന് കിട്ടാൻ ഒരിത്തിരി സമയം എടുക്കും. കാര്യം ഇതിന് 4 റേക്ക് വേണം. 2 റേക്ക് ഇൻ്റർസിറ്റി ആയിട്ട് ഓടാനും 2 റേക്ക് എറണാകുളമായിട്ട് ഓടാനും. മൊത്തം 4 റേക്കാണ് ഈ ലിങ്കിനകത്തുള്ളത്. അതുകൊണ്ട് ഇതിന് LHB കിട്ടാൻ ഒത്തിരി സമയം എടുക്കും. പരശുരാമിന് ഇപ്പോൾ ഉടനെ കിട്ടും. പരശുരാമിന് 2 റേക്കാണ്, അതിന് ഉടനെ കിട്ടും. അതുപോലെ നമ്മുടെ തിരുവനന്തപുരം ബേസിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന വഞ്ചിനാട് എക്സ്പ്രസ്, എറണാകുളം ഇൻ്റർസിറ്റി, അതായത് എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി, ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ്, ഈ 3 ട്രെയിനുകളും കൂടി 4 റേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനും സമയമെടുക്കും. താനൂർ വഴിയുള്ള റൺ ത്രൂ ആണ്. ഞാൻ ഒരു സെക്കൻഡ് വണ്ടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്തപ്പോൾ ഞാൻ ആലോചിച്ചു അമ്മമാർ നമ്മളിവിടെ ലൂപ്പിൽ കയറ്റാൻ പോകണം. നമ്മുടെ ഭാഗത്തിനവിടെ ലൂപ്പിൽ വരെ വണ്ടി കിടക്കുന്നുണ്ട്. എൻ്റെ അറിവിലൂടെ ഇപ്പോൾ സ്റ്റോപ്പിൽ വണ്ടി ഒന്നും ഉടനെ വരാനില്ല. ഈ പിള്ളേരൊക്കെ ഇവിടെ കറങ്ങിടക്കുന്നത് മേ ബി ഇവിടെ അടുത്തല്ലായിരിക്കും അവരുടെ സ്കൂള്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ അടുത്ത ഹോൾട്ടായ തിരൂരിലേക്ക് എത്തുകയാണ്. അപ്പോൾ കുറച്ച് നേരത്തെ ഞാനൊരു ട്രെയിൻ റണ്ണിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ് ആയിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ വണ്ടിയുടെ കാര്യം ഓർത്തില്ല. ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ സഡനായിട്ട് അപ്പുറത്തെ ട്രാക്കിൽ ഒരു സൗണ്ട് കേട്ടിട്ട് ക്യാമറ വണ്ടി അപ്പോഴും വണ്ടി പോയി. ഇതാണ് തിരൂർ പുഴ അഥവാ പൊന്നാനിപ്പുഴ. അവിടെ വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ വരുന്നുണ്ട് തിരൂർ സ്റ്റേഷനിൽ. തിരൂർ സ്റ്റേഷനിലും അമൃത് ഭാരത് വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെയും ലൂപ്പിൽ വേറെ വണ്ടിയുള്ളതുകൊണ്ട് നമ്മളെ പിടിച്ചിട്ടില്ല. തിരൂർ ഇറങ്ങിയാലും എനിക്ക് അങ്ങാടിപ്പുറത്തേക്ക് പോകുമ്പോൾ ബസ് കിട്ടും. ഡയറക്റ്റ് ബസ് അവൈലബിൾ ആണ് തിരൂരിൽ നിന്ന്. പക്ഷെ വേണ്ട, നമുക്ക് ഷൊർണൂർ പോയിട്ട് പോകാം. ഷൊർണൂർ പോയി കഴിഞ്ഞാൽ ട്രെയിനൊന്നും കിട്ടില്ല, ബസ്സിന് പോകണം. കാര്യം നമ്മൾ ചെല്ലുമ്പോഴേക്കും കോട്ടയം പോകും. കോട്ടയം നിലമ്പൂർ പോകും.
സമയം 9:02. കോച്ച് സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ കോച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് സ്റ്റിക്കറോട് ചോദിക്കുന്ന തിരുപ്പതി ഡിവിഷനാണ് ഇപ്പോഴും സ്റ്റിക്കർ ഇരിക്കുന്നത്. ഇതുവരെ പറിച്ച് കളഞ്ഞിട്ടില്ല അവർ. പറിച്ച് കളഞ്ഞില്ലെങ്കിൽ യാത്രക്കാർ ഈ റോങ് നമ്പറിൽ ആൾക്കാർ വെറുതെ ഒരു ആവശ്യമുണ്ട് വിളിക്കും. അപ്പോൾ നമ്മൾ തിരൂരിൽ നിന്ന് പുറപ്പെടാറായി. മീൻവയൽ ഇവിടെ എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്ന ഒരു അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ മോസ്റ്റ്ലി ലഗേജ് ഇറക്കുന്നുണ്ടാവും. അൺഫോർച്ചുനേറ്റ്ലി എറണാകുളം ഇൻ്റർസിറ്റി എത്തിക്കഴിഞ്ഞു. അവർ പാൻറ്റോ പോകുന്ന കണ്ടൊന്നുമല്ലാണ്ട് നമ്മൾ പറഞ്ഞ് കാണാൻ പറ്റില്ല, നമ്മൾ എടുത്തിട്ടില്ല ഇതുവരെ. അപ്പം നമ്മളങ്ങനെ തിരൂരിൽ നിന്ന് പുറപ്പെട്ടു. സമയം 9:06. ഈ അടുത്ത സ്റ്റോപ്പ് കുറ്റിപ്പുറത്താണ്. കുറ്റിപ്പുറത്ത് നമ്മളെ പിടിച്ചിടാൻ സാധ്യതയുണ്ട്. ഇവിടെ കുറച്ച് ലഗേജ്, ഒരുപാടൊന്നുമില്ല, കുറച്ച് ലഗേജ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഇപ്പോഴത്തെ റൈറ്റ് സൈഡിൽ ഫ്ലൈറ്റ് കിടന്നുകൊണ്ട് നമുക്ക് എറണാകുളം ഇൻ്റർസിറ്റി പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾഡായിട്ട് ഇതായിരുന്നു ലാസ്റ്റ് ക്രോസിങ്. ഇനി നമുക്ക് ക്രോസിംഗ് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഏറനാട് കാണാൻ സാധ്യതയുള്ളൂ. ഏറനാട് പക്ഷേ നമ്മൾ ഷൊർണൂർ എത്തിക്കഴിഞ്ഞിട്ട് എത്തുള്ളൂ. അപ്പോൾ ഏറനാട് നമ്മൾ ക്രോസ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മളങ്ങനെ തിരുനാവായ എത്തുകയായി. അതിന് മുന്നോടിയായിട്ടുള്ള താമരക്കുളമാണ് കാണുന്നത്. ഇത് ആമ്പലാട്ടോ, ഇങ്ങേറ്റത്തുള്ള ആമ്പലാണ്. തിരുനാവായയിലായിരുന്നു ഈ വർഷം മാഘമേള നടന്നത്. നമ്മുടെ കേരളത്തിൻ്റെ കുംഭമേള എന്നറിയപ്പെട്ട മാഘമേള നടന്നത് തിരുനാവായയിലായിരുന്നു. സ്റ്റോപ്പില്ല, ലൂപ്പ് ലൈനും അല്ല. സിഗ്നൽ കിട്ടാത്തതുകൊണ്ട് ഇതായതാണെന്ന് അറിയില്ല. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ കേന്ദ്രമന്ത്രിസഭ ഗുരുവായൂർ തിരുനാവായ റെയിൽവേ പ്രോജക്റ്റ് ഡീഫ്രീസ് ചെയ്തിട്ടുണ്ട്. ആ പ്രോജക്റ്റ് ഒന്ന് തന്നെ തിരുനാവായയിൽ വന്ന് കയറുമോ ലൈന്. അപ്പോൾ തിരുനാവായയിലേക്ക് ലൈൻ വരുന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർ ടച്ച് ചെയ്യാണ്ട് ഗുരുവായൂർ വഴി തിരുനാവായയിൽ വന്ന് ഇറങ്ങാൻ പറ്റും. അപ്പോൾ അത് ആക്ച്വലി ട്രാഫിക് കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ മാത്രമല്ല പ്രപ്പോസ് ലൈൻ പൊന്നാനി വഴിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ യാത്രക്കാരിലേക്ക് റെയിൽവേ സർവീസുകൾ എത്തുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഷൊർണൂർ എന്ന് പറയുന്ന സ്റ്റേഷൻ്റെ പ്രോമിനൻസ് കുറച്ച് കുറയും. പക്ഷേ അതിനെക്കാട്ടും ഇമ്പോർട്ടൻറ്റ് കൂടുതൽ യാത്രക്കാർക്ക് സൗകര്യം എത്തിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പായ കുറ്റിപ്പുറത്തേക്ക് എത്തുകയാണ്. നമ്മുടെ യാത്രയിൽ പെനൽറ്റിമേറ്റ് ഹോൾട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഞാൻ ഷൊർണൂർ വരെ യാത്ര ചെയ്യുന്നുള്ളൂ. ഷൊർണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്ര മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. ഞാൻ നേത്രാവതിയുടെ തന്നെ നമ്മുടെ എറണാകുളം ടു തിരുവനന്തപുരം ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ അത് മൺസൂൺ ഷെഡ്യൂളായിരുന്നു. ഇനി നോൺ മൺസൂൺ ഷെഡ്യൂളിൻ്റെ ഒരു ട്രിപ്പ് ഞാൻ ഷൊർണൂർ ടു തിരുവനന്തപുരമായിട്ട് പിന്നീട് ചെയ്യാം. ഞാൻ ഏപ്രിൽ മാസം ആദ്യം ഒരു യാത്രയുണ്ട്. അപ്പോൾ അതിനെ പറ്റിയാണ് ഞങ്ങൾ നേത്രാവതി തന്നെ തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ കുറ്റിപ്പുറം സ്റ്റേഷനോട്ട് കയറുന്നു. കണ്ട് ഇവിടെ ഒരു പെർമനൻറ്റ് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. പെർമനൻ്റ് ആണെന്ന് തോന്നുന്നു 85 ഉണ്ട് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഈ വളവുള്ളതുകൊണ്ട് ഈ ഒരു സ്ട്രെച്ചിൽ ട്രെയിനുകൾക്ക് 110 പോകാൻ പറ്റില്ല. ഇവിടെ കുറ്റിപ്പുറം ബൈപ്പാസ് ചെയ്ത് വേറെ അലൈൻമെൻറ്റിലോട്ട് പണിയും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതെനിക്കൊന്നും ആയിട്ടില്ല തോന്നുന്നു ഇതുവരെ. ഇപ്പോൾ 3rd and 4th ലൈനിൻ്റെ വർക്ക് ഇപ്പോൾ സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. DPR ഇപ്പോൾ സാങ്ഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മിക്കവാറും അവർ 3rd and 4th ലൈനിനെ ഒരു ഓൾട്ടർനേറ്റീവ് അലൈൻമെൻറ്റ് വഴി കൊണ്ടുപോകും കുറ്റിപ്പുറം അവോയ്ഡ് ചെയ്തു. നമ്മളങ്ങനെ കുറ്റിപ്പുറം സ്റ്റേഷനിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് ഹൈവേയുടെ പുതിയ പാലത്തിൻ്റെ വർക്കാണ്. തിരുവനന്തപുരത്തേക്ക് പോകുന്നവർക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ നേത്രാവതി എക്സ്പ്രസ്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 9-9 കയറി കഴിഞ്ഞാൽ ഒരു 9 മണിക്കൂർ എടുക്കും ട്രിവാൻഡ്രത്ത്. വൈകുന്നേരം 6-6:30 ട്രിവാൻഡ്രത്ത് എത്തും. ഫാസ്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഷൊർണൂർ പോയി വന്ദേ ഭാരത് പിടിക്കുന്നതാണ് നല്ലത്.
ആണ്. ഇതാണ് ഡ്രൈവറുടെ സ്ഥിരം പരിപാടി. അപ്പോൾ അങ്ങനെ കുറ്റിപ്പുറം എത്തി. അപ്പം നമ്മളങ്ങനെ കുറ്റിപ്പുറത്ത് വെയിറ്റിംഗ് ആണ്. കാത്ത് കിടത്തുമോ വിടുമോ എന്നറിയില്ല. സിഗ്നൽ കാണാൻ വയ്യ. കാര്യം ഇവിടെ നല്ല റാ ഷേപ്പിലാണ് സ്റ്റേഷൻ ഇരിക്കുന്നത്. സിഗ്നൽ കാണാൻ വയ്യ, ഒരു വഴിയില്ല. പക്ഷേ നമ്മുടെ വന്ദേ ഭാരത് തിരൂർ എത്താറായിട്ടുണ്ട്. നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോമിലാണ്. നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം നോക്കിയാൽ സ്റ്റാർട്ടർ പോയിട്ട് ഒന്നും കാണാൻ വയ്യ. ഫ്രണ്ടിലോട്ടൊരു 4-5 കോച്ചിൻ്റെ നീളവും ബാക്കിലോട്ടും അതുപോലെ തന്നെ. അത്രയ്ക്ക് വലിയ ഷാർപ്പ് വളവാണത്. ശരിക്കും ഒരു റാ വളവാണ്. മീനുകൾ കുറ്റിപ്പുറത്തുനിന്ന് ഒരു ചായ കിട്ടി, നല്ല ചായ. അതായത് നമ്മുടെ സാക്ഷാൽ ചായ, ടീ ബാഗല്ല. അപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ വന്ദേ ഭാരത് വരുന്നുണ്ട്. അത് തിരുനാവായ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇട്ട് നമ്മൾ ഓട്ടേക്ക് നമുക്ക് എന്തായാലും ഷൊർണൂർ എത്തിക്കഴിഞ്ഞാൽ കോട്ടയം വണ്ടി കിട്ടില്ല. കോട്ടയം നിലമ്പൂർ വണ്ടി 10:10 പോകും. അത് 10:30 എന്നായിരുന്നു എൻ്റെ ഒരു ഓർമ്മ. അത് പഴയ ടൈമാണ്. ഒമ്പത് 9:50 ഫൈനലി കുറ്റിപ്പുറത്തുനിന്ന് അനങ്ങി തുടങ്ങി. കുറച്ചധികം നേരം നമ്മളിവിടെ കിടന്നു. വന്ദേ ഭാരത് പോയി. ഇനി നമുക്ക് സ്റ്റോപ്പൊന്നുമില്ല. ഇനി നമ്മൾ നേരെ ഷൊർണൂർ പോയി നിൽക്കാൻ പോകുന്നതാണ്. അതിനിടയ്ക്ക് നമുക്ക് ക്രോസിങ്സും ഒന്നും വരാനില്ല. കാര്യം ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് വരാനുള്ളത്. അതിന് നമ്മൾ മോസ്റ്റ്ലി ഷൊർണൂർ ഹോമിലോ എല്ലാം വെച്ച് ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ളൂ. പിന്നെ ഉള്ളതൊക്കെ 16323 അതിപ്പോൾ വരില്ല. അത് വന്ദേ ഭാരത് കഴിഞ്ഞിട്ടേ വരുള്ളൂ. പിന്നെയുള്ളത് ഏറനാട് 16323 കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇതിനെ നമ്മൾ കാണില്ല. പിന്നെ വന്ദേ ഭാരത് വരാനുള്ളതുകൊണ്ട് അതിനിടയ്ക്ക് ഫ്ലൈറ്ററൊന്നും കയറ്റി വിടില്ല എന്ന് വിചാരിക്കുന്നു. ഇവിടം വരെ പിടിക്കൊണ്ടുവന്ന വണ്ടി ഇവർക്ക് വേണമെങ്കിൽ ഷൊർണൂർ കൊണ്ട് കയറ്റി നിർത്തായിരുന്നു കേട്ടോ. കാര്യം നമ്മളും കുറ്റിപ്പുറം ടു ഷൊർണൂർ നോൺ സ്റ്റോപ്പാണ്. ഞാനേ കയറ്റി നിർത്തായിരുന്നു. പക്ഷെ മേ ബി ഷൊർണൂർ പ്ലാറ്റ്ഫോമിൻ്റെ ഇതുണ്ടാവും. എനിക്ക് ഒറ്റ ആഗ്രഹമുള്ള ഷൊർണൂർ പ്ലാറ്റ്ഫോം നമ്പർ 7 പോയി കയറണം. ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് തിരിച്ച് കയറി കുറച്ച് റൈറ്റ് സൈഡിലൂടെ ഭാരതപ്പുഴ കാണാം. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഭാരതപ്പുഴ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാം നമുക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഭാരതപ്പുഴയാണ്. ആ കിടക്കുന്ന വലിയ സംഭവമാണ് ഭാരതപ്പുഴ. ഇന്ന് ദൂരെ ഒരു റെഗുലേറ്റർ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ കാണാൻ പറ്റും. കാരണം ദൂരെ കൺസ്ട്രക്ഷൻ ഉണ്ട്. അതൊരു റെഗുലേറ്റർ ബ്രിഡ്ജാണത്. ഭാരതപ്പുഴയിൽ വെള്ളം അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാവാറില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ റെഗുലേറ്റേഴ്സൊക്കെ വന്നു കഴിയുമ്പോൾ എനിക്കൊന്ന് മഴക്കാലത്ത് വരെ വെള്ളം പിടിച്ച് നിർത്തി ഭാരതപ്പുഴയിൽ കുറച്ചും കൂടി വെള്ളം ഇനി മുതൽ ഉണ്ടാവും തോന്നുന്നു. പെരുന്തോട് വെള്ളമൊന്നുമില്ല കേട്ടോ, ഒട്ടുമേ വെള്ളമില്ല. പെരുന്തോട് ആണെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് യാത്ര ഏറെക്കുറെ അവസാനിക്കാറായിട്ടുണ്ട്. നേത്രാവതി എന്ന് പറയുന്നത് നമുക്കൊരു ഇമോഷനാണ്. നേത്രാവതി എക്സ്പ്രസ് യാത്ര എന്ന് പറയുന്നത് അതായത് കൊച്ചിൻ കുർള എക്സ്പ്രസ് ആയിട്ട് തുടങ്ങിയൊരു ട്രെയിൻ പിന്നീട് എന്താ പറയുക നമ്മുടെ കൊങ്കൺ റെയിൽവേ വന്നപ്പോൾ കൊങ്കൺ റെയിൽവേ വഴി റീറൂട്ട് ആവുകയും തിരുവനന്തപുരത്തേക്ക് എക്സ്റ്റെൻഡ് ആവുകയും ചെയ്ത് മുംബൈ മലയാളികളുടെ ഏക ഡെയിലി ട്രെയിനായി മാറിയ ഒരു വണ്ടിയാണ് നേത്രാവതി എക്സ്പ്രസ്. അതായത് മുംബൈ ജീവിക്കുന്ന മലയാളികൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉറപ്പായിട്ട് നേത്രാവതിക്ക് യാത്ര ചെയ്തിട്ടുണ്ടാവും. ഈ വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരും വെറുക്കുന്ന ആൾക്കാരും തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ് ഈ വണ്ടിയോട്. കാര്യം ഞങ്ങൾ ബോംബെയിൽ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിരിക്കുന്ന വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം
എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് സോളോ ട്രെയിൻ ട്രാവൽ ചെയ്തത് നേത്രാവതി എക്സ്പ്രസ്സിനായിരുന്നു. അതൊരു ഒന്നൊന്നര സോളോ റൈഡായിരുന്നു. അത് തിരുവനന്തപുരത്തു നിന്നും ഞാൻ യാത്ര ചെയ്തത് 2 പ്രാവശ്യം യാത്രയുണ്ട്. ഞാൻ പൻവേലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്രയുണ്ട്, പൻവേലിൽ നിന്ന് തൃശ്ശൂർക്കും. പൻവേലിൽ നിന്ന് തൃശ്ശൂർക്കായിരുന്നു എൻ്റെ ആദ്യത്തെ സോളോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സോളോ പൻവേൽ ടു തിരുവനന്തപുരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മെമ്മറീസും ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു വണ്ടിയാണ് ഈ നേത്രാവതി എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പുതിയ റെഗുലേറ്റർ വരുന്നുണ്ട്. ഇവിടെയും ഒരു പുതിയ റെഗുലേറ്റർ വരുന്നുണ്ട്, അങ്ങനെ വേണം പറയാൻ. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് റെഗുലേറ്റർ. ഇത് പക്ഷേ റെഗുലേറ്റർ മാത്രമേ ഉള്ളൂ, റോഡ് പാലമൊന്നുമില്ല. തൂതപ്പുഴ ഇവിടെ വെച്ചാണ് ഭാരതപ്പുഴയായിട്ട് ചേരുന്നത്. തൂതപ്പുഴയിൽ നല്ലോണം വെള്ളമുണ്ട് കേട്ടോ. അങ്ങനെ ഭാരതപ്പുഴ അങ്ങനെ ദൂരെ നമ്മുടെ റെഗുലേറ്ററിനെ പറക്കണൊക്കെ ഞാൻ കാണാം. അങ്ങനെ തൂതപ്പുഴ കഴിഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂർ തൊട്ടുമുന്നിൽ സ്റ്റേഷനായി കാരക്കാട് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് ഷൊർണൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളിനി അധികം താമസിച്ചത് ക്രോസ് ചെയ്യും. നമ്മളിപ്പോൾ അധികം താമസിച്ചത് നമ്മുടെ വന്ദേ ഭാരതിനെ ക്രോസ് ചെയ്യുന്നതായിരിക്കും. അത് സിഗ്നൽ ആയിട്ടില്ല ഇതുവരെ. നമ്മുടെ കോട്ടയം എക്സ്പ്രസ് പോന്നു. ഇത് മിസ്സായി. ഇത് കിട്ടിയിരുന്നെങ്കിൽ വീട്ടിൽ ഇപ്പോൾ നല്ല സുഖമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. മിക്കവാർക്കും നമുക്ക് ഹോം റെഡായിരിക്കും. കാര്യം വന്ദേ ഭാരത് ഇറക്കി വിടാൻ നമ്മളെ കേട്ടെന്ന് തോന്നുന്നില്ല. കാര്യം നമ്മൾ പോയിൻറ്റ്സൊക്കെ കടന്ന് ഇറങ്ങിപ്പോകാൻ സമയം കുറേ പിടിക്കുമല്ലോ. ഇതേ വരുന്നു നമ്മുടെ തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് 20634 തിരുവനന്തപുരം സെൻട്രൽ കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ്. കേരളത്തിൻ്റെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. സദേൺ റെയിൽവേയുടെ ആദ്യത്തെ 20 കാർ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഇനി ഇതിലാകെ മാറ്റം വരേണ്ടത് ഈ റൂട്ട് മൊത്തം 130 km/h ആവണം. അത് അതൊന്നും നടക്കാൻ പോകുന്നില്ല. റൂട്ട് മൊത്തം 130 km/h കൂടി ആയിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം കാസർഗോഡ് ഉണ്ടല്ലോ, നല്ല എന്താ പറയുക, വെട്ടിച്ചില് പോലെ നമ്മളൊരു 5 മണിക്കൂറിൽ കൂടി എത്തും. 5 അല്ലെങ്കിൽ 6 മണിക്കൂറിൽ. നമ്മൾ ഹോം സിഗ്നലിൽ നിന്നിട്ടില്ല, നമ്മൾ നേരെ കണ്ടിന്യൂ ചെയ്യണം. ഇതിനാണ് ബ്രൂട്ട് പവർ എന്ന് പറയുന്നത്. എടുത്ത് പോകുന്ന പോക്ക് കണ്ടില്ലേ. എനിക്ക് നമ്മൾ 5-ലേക്കാണ് കൊണ്ട് കയറ്റുന്നത്. 5-ലേക്കാവാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങേ സെക്കൻഡ് റൂട്ടിംഗ് ഹോം സിഗ്നൽ കാണാം. കാര്യം വന്ദേ ഭാരത് മിക്കവാറും 6 നിന്നായിരിക്കും അടുത്തുണ്ടാവുക. ഇവർ സാധാരണ ടുവേർഡ്സ് ട്രിവാൻഡ്രമുള്ള വന്ദേ ഭാരതിന് 4-ലും ടുവേർഡ്സ് കാസർഗോഡുള്ള വന്ദേ ഭാരതിന് 6-ലുമാണ് എടുക്കുന്നത്. അപ്പം നമുക്കപ്പോൾ ഇതൊന്നും ഫൗൾ ചെയ്യാണ്ട് നേരെ 5 രൂപയ്ക്ക് കയറാൻ പറ്റും. നമ്മളങ്ങനെ പയ്യെ പ്ലാറ്റ്ഫോം നമ്പർ
5 പ്രവേശിക്കുകയാണ് ഷൊർണൂർ ജംഗ്ഷൻ്റെ. 5 വിശ്വസിക്കുന്നു. ഇനി അവിടെ നിന്ന് വീണ്ടും ചാടി 6 കയറുമെന്ന് അറിയില്ല. അഞ്ചിലേക്ക് തന്നെയാണ് ഭാഗ്യം. ഇപ്പോഴത്തെ 3 ഏതോ ഒരു വണ്ടി വന്നിട്ടുണ്ട്, ഒരു വാപ്പ് 4 ഹോൾഡ്. അത് മിക്കവാറും 16323 കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത ട്രിവാൻഡ്രം യാത്ര നേത്രാവതി എക്സ്പ്രസ്സിലാക്കുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഏതോ ഒരു വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 7 വരുന്നത് അനൗൺസ് ചെയ്തല്ലോ. ഏതാണോ? മിൽമയുടെ ഐസ്ക്രീം ബൂത്ത് തുറന്നിരിക്കുന്നു ഇവിടെ. അപ്പോഴത്തെ 22580 ഈറോഡിൻ്റെ EDDXൻ്റെ അതാണ് ഇന്നത്തെ കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസിൻ്റെ ലോഗോ. ഈ ഫ്രണ്ടിൽ ഇപ്പോൾ ഇറങ്ങിയിട്ട് ദൂരം മൊത്തം നടന്ന് തിരിച്ചു വരണം. ഇവിടെ വന്ന് ഫുട്ഓവർ ബ്രിഡ്ജ് കയറണമെങ്കിൽ അതാണ് ഏറ്റവും വലിയ തലവേദന. ഇത് പഴയ കടകളൊക്കെ പൊളിച്ചു കളഞ്ഞു കേട്ടോ. പഴയ കടകളൊക്കെ പൊളിച്ചു കളഞ്ഞാൽ പുതിയ കടകൾ വരികയാണ്. അപ്പോൾ അങ്ങനെ 10:24 നേത്രാവതി എക്സ്പ്രസ് ഷൊർണൂർ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ 10:15 എത്തേണ്ടായിരുന്നു, ഒരു 9 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ യാത്രയിൽ. നമ്മുടെ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നിരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷൻസൊക്കെ രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസിനുള്ള സജഷൻസ് എന്തെങ്കിലും അതിങ്ങനെ രേഖപ്പെടുത്തുക. നമ്മുടെ അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു ഹൈ റീച്ച് പാൻറ്റോ സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്. പിന്നെ എന്താണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫീഡ്ബാക്ക് കമൻറ്റ്സ് രേഖപ്പെടുത്തുക. നമ്മൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ UPI വഴി സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കെന്നാൽ നമ്മുടെ അടുത്ത അടിപൊളി യാത്രയിൽ വീണ്ടും കാണാം. ഒരു 2 ആഴ്ചത്തെ ബ്രേക്ക് ഉണ്ട് എനിക്ക്. 2 ആഴ്ചയൊന്നുമില്ല, ഒരു ആഴ്ചത്തെ ബ്രേക്ക് ഉണ്ട്. 1 ആഴ്ചത്തെ ബ്രേക്ക് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത യാത്രയിലേക്ക് പോയി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. So this is Binay Shankar signing off from Platform 7. See you again in our very next video. Until then, bye bye.